പാഠം 13. ആധുനികതയും ചെറുകഥയും. ആധുനികത യാഥാർത്ഥ്യത്തിന്റെ നേരെ കഠിനമായ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു. എഴുതുക എന്നു പറഞ്ഞാൽ പുതിയതായ ഒന്ന് സൃഷ്ടിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ആധുനിക എഴുത്തുകാരൻ നിർമ്മാണവേളയിൽ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നില്ല. കാവ്യവസ്തു എന്ന നിലയിൽ യാഥാർത്ഥ്യത്തെ തന്റെ കലയിൽ നിന്ന് ഒഴിവാക്കാനും അയാൾക്കു സാധ്യമല്ല. സൃഷ്ടിയുടെ വേളയിൽ എഴുത്തുകാരൻ നേരിടുന്ന പ്രധാന വിഷമസന്ധിയാണിത്. പുതിയ എഴുത്തുകാരൻ നിർമ്മാണവേളയിൽ അയാളുടെ ആവിഷ്കരണ കൗശലത്തിന്റെ അപൂർവത കൊണ്ട് യാഥാർത്ഥ്യത്തിന്റെ പരിചിതഭാവം എടുത്തുകളയുന്നു. അങ്ങനെ റിയലിസ്റ്റുകൾക്കു പരിഹരിക്കാൻ കഴിയാതിരുന്ന വിഷമപ്രശ്നത്തിന് അയാൾ പരിഹാരം കണ്ടെത്തുന്നു. ആധുനികതയെ സംബന്ധിക്കുന്ന ലളിതമായ ലാവണ്യ നിയമമാണിത്. ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് അതിന്റെ പരിചിതഭാവം എടുത്തുകളഞ്ഞ് ഒറ്റനോട്ടത്തിൽ വികലമെന്നു തോന്നത്തക്ക രൂപങ്ങൾ അവതരിപ്പിച്ച പുതിയ എഴുത്തുകാർ ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വിവിധ മാർഗങ്ങളാണ് അന്വേഷിച്ചത്. ഒരു എഴുത്തുകാരൻ തന്നെ പല കഥാരൂപങ്ങൾ കണ്ടെത്തി. കഥകൾ അവർക്ക് സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനുള്ള മാധ്യമങ്ങളായിരുന്നു. അവരുടെ കഥകൾ അമ്പരപ്പിക്കുന്ന വൈവിധ്യം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഫോർമുലായുടെ ആധിപത്യം ആധുനിക കലയിൽ സംഭവിച്ചില്ല. അങ്ങനെ കല നിലനിൽക്കുന്നതുതന്നെ ഫോർമുലായുടെ ആധിപത്യത്തിൽ നിന്നും വായനക്കാരനെ രക്ഷിക്കാനാണെന്ന പുതിയൊരു കലാദർശനം തന്നെ അവർ നമ്മെ പഠിപ്പിച്ചു. സമീപഭൂതകാലം പവിത്രമെന്നു കരുതിയ സകല ലാവണ്യ നിയമങ്ങളെയും ഒരു പരിഗണനയുമില്ലാതെ ധിക്കരിച്ച പുതിയ എഴുത്തുകാർ ഇവിടെ പുതിയ വായനക്കാരെ സൃഷ്ടിച്ചു. പുതിയ സംവേദനശീലം നേടിയെടുത്ത ഈ പുതിയ വായനക്കാരാവട്ടെ കഴിഞ്ഞ തലമുറയിലെ എഴുത്തുകാരുടെ കഥകൾ വായിക്കാൻ ചെലവാക്കിയ സമയത്തിലെ നഷ്ടം പുതിയ കഥകൾ വായിച്ച് വീണ്ടെടുത്തു. ആധുനിക കാലഘട്ടത്തിലെ കഥാസാഹിത്യത്തിന്റെ ചരിത്രം നൽകുന്ന പ്രധാന പാഠം ഇതാണ്. ഇതുകൊണ്ട് മലയാള കഥാസാഹിത്യത്തിൽ ദേവിന്റെയും തകഴിയുടെയും തലമുറയ്ക്കുള്ള ചരിത്രപരമായ പ്രാധാന്യം ഇല്ലാതാവുന്നില്ല. കലയെ സാമൂഹ്യ വിമർശനത്തിനുള്ള ആയുധമാക്കാനാണ് അവർ ശ്രമിച്ചത്. ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധരായ എഴുത്തുകാർ എന്ന നിലയിൽ അവർ ചരിത്രത്തോട് കൂറ് കാണിച്ചു. ചില ലക്ഷ്യങ്ങളെ ആവേശത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ബഹളത്തിനിടയിൽ കലയോട് കൂറുകാണിക്കുക എന്ന എഴുത്തുകാരന്റെ ധർമ്മം അവർ വിസ്മരിച്ചു പോവുകയും ചെയ്തു. അതായിരുന്നു അവരുടെ പ്രധാന പരാധീനത. എന്നാൽ ഇതിനിടയിൽ അവരുടെ ധീരമായ വാക്കുകൾ നമ്മുടെ കഥാസാഹിത്യത്തിൽ ചില വ്യതിയാനങ്ങൾ വരുത്തുകയുണ്ടായി. ശ്രദ്ധേയമായ ഈ വഴിത്തിരിവിനുള്ള ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കുക തന്നെ വേണം. എഴുത്തുകാരൻ തന്റെ കലയിലൂടെ നടത്തുന്ന നേരിട്ടുള്ള സാമൂഹ്യ വിമർശന പരിപാടി നമ്മുടെ കഥാസാഹിത്യത്തിൽ വിപ്ലവകാരിയായ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കഥകളോടുകൂടി വ്യക്തമായി ആരംഭിക്കുന്നുണ്ട്. രജനീരംഗത്തിലെ കഥകൾ തന്നെ ഇതിനു തെളിവ്. തന്റെ ആയുധമേന്തിയ വീക്ഷണത്തിന് ആയുധമേന്തിയ കല അദ്ദേഹം സ്വീകരിച്ചു. കലയെ യാഥാസ്ഥിതികത്വത്തിനെതിരായ സമരമാക്കി മാറ്റുകയാണ് അദ്ദേഹം തന്റെ രചനയിലൂടെ ചെയ്തത്. ഈ വിപ്ലവ മനോഭാവം അദ്ദേഹം ഭാഷയിൽ പ്രകടിപ്പിച്ചില്ല. യാഥാസ്ഥിതികത്വം വാത്സല്യപ്പാൽ കൊടുത്തു വളർത്തിയ മധുര കോമള കാന്ത പദാവലിയോട് ഒരു കമ്പം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വീക്ഷണത്തിന്റെ കാര്യത്തിൽ വി.ടിയിൽ നിന്നും പ്രകടമായ വ്യത്യാസം ദേവിന്റെയും തകഴിയുടെയും തലമുറ പ്രകടിപ്പിച്ചു എന്നതുമാത്രമാണ് കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം. എന്നാൽ ദേവിന്റെയും തകഴിയുടെയും തലമുറ സ്വതന്ത്രമായ മലയാള ഭാഷ എഴുതാൻ തുടങ്ങി. യാഥാസ്ഥിതികത്വത്തെ പേടിക്കാത്ത ഭാഷയിൽ എഴുതി കഥാസാഹിത്യത്തിന് പുതിയൊരു ഭാഷ നൽകി എന്നതാണ് അവർക്കുള്ള ചരിത്രപരമായ പ്രാധാന്യം. പക്ഷേ ഇത് അവരുടെ കലയുടെ സാഫല്യമല്ലായിരുന്നു. പ്രത്യയശാസ്ത്രത്തിന്റെ ചുവന്ന പ്രേരണ കൊണ്ട് സാധാരണക്കാരുമായി ബന്ധം സ്ഥാപിക്കാൻ സാധാരണക്കാരന്റെ ഭാഷ ഉപയോഗിച്ച സാമൂഹ്യ ചിന്തകർ മാത്രമായിരുന്നു അവർ. പദങ്ങളെ പരീക്ഷണത്തിനു വിധേയമാക്കി വാക്കുകൾക്ക് അർത്ഥവ്യാപ്തി നൽകുക എന്ന എഴുത്തുകാരന്റെ ധർമ്മത്തെ അവർ അവഗണിക്കുകയാണ് ചെയ്തത്.
ഭാഷയെ അനുഭൂതിയാക്കാൻ അവർക്കു കഴിഞ്ഞില്ല. അവർ പൊരുതുന്ന മനുഷ്യരെ സൃഷ്ടിച്ച് ഒരു കാലഘട്ടത്തെ മുഴുവൻ ആവേശം കൊള്ളിച്ചു എന്ന സത്യം സകല നിഷേധങ്ങളെയും നേരിട്ടുകൊണ്ട് ജീവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഏകാകിയായ മനുഷ്യന്റെ മൗലിക പ്രശ്നങ്ങളും മനുഷ്യൻ ഏകാന്തതയിൽ അനുഭവിക്കുന്ന ജീവിതവും അവരുടെ കലയുടെ പ്രശ്നമായില്ല. ആൾക്കൂട്ടത്തിന്റെ ഭാഗമായ മനുഷ്യൻ മാത്രമാണ് അവരുടെ കഥകളിൽ പ്രത്യക്ഷപ്പെട്ടത്. മനുഷ്യന്റെ വ്യക്തിത്വത്തിലെ പലതരം തലങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് യഥാർത്ഥ മനുഷ്യർ ബെക്കറ്റിന്റെ ഒരു കഥാപാത്രത്തെപ്പോലെ അവരുടെ കഥകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് നാം ഇപ്പോഴും കേൾക്കുന്നു. സാമൂഹ്യ ചരിത്രത്തിന് സൃഷ്ടിയിൽ നൽകിയ കവിഞ്ഞ പ്രാധാന്യത്തെ ചോദ്യം ചെയ്തവർ എം.ടിയും ടി. പത്മനാഭനുമാണ്. മനുഷ്യൻ ഏകാന്തതയിൽ അനുഭവിക്കുന്ന ജീവിതം അവരുടെ കലയുടെ പ്രധാന പ്രശ്നമായി. തകഴിയും ദേവും മറ്റും ഉൾപ്പെടുന്ന തലമുറയുടെ സമ്മർദ്ദത്തിൽ ജീവിച്ചുകൊണ്ടുതന്നെ പ്രലോഭനങ്ങളിൽ പെടാതെ പരീക്ഷണത്തിനു തയ്യാറായി എന്നതാണ് എഴുത്തുകാരനായ പത്മനാഭന്റെ നേട്ടം. തകഴിയും ദേവും മറ്റും കണ്ട സാമൂഹികമായ അനീതികളും ബഹുജന മുന്നേറ്റങ്ങളുമാണ് പത്മനാഭനും കണ്ടത്. ഭൗതിക സാഹചര്യങ്ങൾ ഒന്നുതന്നെയായിരുന്നു. എങ്കിലും പത്മനാഭന്റെ കല ആ വഴിക്കു തിരിഞ്ഞില്ല. പത്മനാഭൻ പത്മനാഭന്റെ വഴി അന്വേഷിച്ചു. ഒരു ജീനിയസിന്റെ ദർശനം നിയന്ത്രിക്കുന്നത് ഭൗതിക സാഹചര്യമല്ല എന്ന നക്ഷത്ര സത്യത്തെ ഭംഗിയായി ഉദാഹരിക്കുന്നവയാണ് പത്മനാഭന്റെ ഭയം, യാത്ര എന്നീ കഥകൾ. ചെറുകഥകളിലൂടെ ആധുനിക മനുഷ്യന്റെ വൈകാരികമായ ആഴങ്ങൾ അളന്നു തിട്ടപ്പെടുത്താനുള്ള കഠിനമായ യത്നങ്ങളായിരുന്നു എം.ടിയുടെ കഥകൾ. മന്ദഗതിയിൽ നീങ്ങുന്ന വാക്കുകളുടെ കല അതിനദ്ദേഹം ഭംഗിയായി ഉപയോഗിക്കുകയും ചെയ്തു. അനുഭൂതികൾ എം.ടിയുടെ കഥകളിൽ ബിംബങ്ങളായി, ദുഃഖം പദങ്ങൾക്ക് ഈണവുമായി. പൊതുവെ പറഞ്ഞാൽ ആധുനിക മനുഷ്യന്റെ അവസ്ഥയെ സംബന്ധിക്കുന്ന കാൽപ്പനിക ധ്യാനമായിരുന്നു എം.ടിയുടെ കഥകൾ. ആധുനിക ചെറുപ്പക്കാരന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ കലയുടെ പ്രശ്നമായി. മനുഷ്യബന്ധങ്ങൾ അസാധ്യമാകുന്നതിനെക്കുറിച്ചുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് എം.ടി ഈ പ്രശ്നങ്ങൾ കഥകളിൽ ആവിഷ്കരിച്ചത്. നീലക്കുന്നുകൾ എന്ന കഥ തൊട്ട് ഇതാരംഭിക്കുന്നു. അങ്ങനെ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്റെ വിഷമാവസ്ഥയെക്കുറിച്ചുള്ള ആകുലത നിറഞ്ഞ അവബോധം എം.ടിയുടെ കഥകളുടെ ഭാവശില്പമായി. അഭയം, 12 വർഷം ഉറങ്ങിയ പൂക്കൾ എന്നീ സങ്കീർണ കഥകളിൽ പ്രകടമായ മാറ്റം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പൊതുവെ യുക്തിക്ക് നിരക്കുന്ന രചനാ സമ്പ്രദായമാണ് ഈ രണ്ട് എഴുത്തുകാരും സ്വീകരിച്ചത്. അതുകൊണ്ട് പൊതുവായ ലാവണ്യ നിയമങ്ങളുടെ സംരക്ഷകരെ അവർ പൂർണ്ണമായും സംഭ്രമിപ്പിച്ചില്ല.